ടി പി വധക്കേസ് പ്രതി കൊടിസുനിയുടെ പോലീസ് സാന്നിധ്യത്തിലെ മദ്യപാനത്തിൽ കേസെടുത്തു എന്ന വാർത്ത വരുന്നു. തലശ്ശേരി പോലീസാണ് കേസെടുത്തത്. കോടതിയിലേക്ക് വിചാരണയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു കൊടിസുനിയുടെ പൊതുസ്ഥലത്തെ പരസ്യ മദ്യപാനം. അർജുൻ കല്യാൺ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ. ഒടുവിൽ കേസെടുത്തു അല്ലേ? സുജയ, തീർച്ചയായിട്ടും ഇപ്പോൾ കൊടിസുനിക്കെതിരെ ഒരു കേസ് തലശ്ശേരി പോലീസ് എടുത്തിരിക്കുകയാണ്. ഈ പരസ്യ മദ്യപാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും പോലീസ് ഒരു തരത്തിലുമുള്ള നടപടി സ്വീകരിച്ചിരുന്നില്ല. അത് വ്യാപകമായിട്ടുള്ള വിമർശനത്തിനും വഴിവെച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് കൊടിസുനിക്കും അതുപോലെ തന്നെ മറ്റു കുറ്റവാളികൾക്കും സംരക്ഷണം നൽകുന്ന ഒരു ഇടപെടലാണ് ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ SI പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ പരാതിയിലാണ് ഇപ്പോൾ തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരസ്യ മദ്യപാനം എന്നുള്ളതാണ് ഇതിനകത്ത് വകുപ്പായി ചുമത്തിയിരിക്കുന്നത്. ജൂൺ 17-ാം തീയതി കണ്ണൂർ തലശ്ശേരി കോടതിയിൽ ആഷി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു മദ്യപാനം കൊടിസുനി നടത്തിയത്. അതും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ മദ്യപാനം നടത്തുകയും ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ്, അല്ലെങ്കിൽ ജയിലിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാണ് ഈ കുറ്റവാളികൾ ഉണ്ടാവുക. പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും അവരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തി നിർത്തിക്കൊണ്ട് തന്നെയാണ് കൊടിസുനിയും സംഘവും ക്രിമിനൽ സംഘാംഗങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഇത്തരമൊരു മദ്യപാനം ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം, ആഭ്യന്തര അന്വേഷണമൊക്കെ നടത്തിയതിനു ശേഷം 3 പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ പരസ്യ മദ്യപാനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെ വാർത്തയായി വരുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതോടുകൂടിയാണ്. പിന്നീട് അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായി. ആ തെളിവുകളെല്ലാം തന്നെ പുറത്തു വന്നിട്ടും, അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ജൂൺ മാസം നടന്ന ഒരു സംഭവത്തിൽ പോലീസ് ആഭ്യന്തരമായ അന്വേഷണം നടത്തിയതല്ലാതെ അതിനകത്തൊരു നിയമ നടപടിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വഴിവെച്ചിരുന്നു. സർക്കാർ ജയിലിൽ നിന്നും കൊടിസുനിക്കും അതുപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലുള്ള പ്രതികൾക്കുമൊക്കെ തുടർച്ചയായ രീതിയിൽ പരോൾ അനുവദിക്കുകയും ജയിലിൽ അവർ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതുമൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ തണലിലാണ് എന്നുള്ള വിമർശനം ഉയർന്നു. അതിന് പിന്നാലെയാണ് ഈ പോലീസ് കസ്റ്റഡിയിലുള്ള, അല്ലെങ്കിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയുള്ള ഒരു മദ്യപാനവും ചർച്ചയായത്. സാഹചര്യത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ കൊടിസുനിക്കെതിരായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിനൊടുവിൽ വലിയ വിമർശനങ്ങൾക്കൊടുവിൽ ഒരു കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഓക്കെ, അർജുൻ കല്യാണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. TP വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരസ്യ മദ്യപാനത്തിലൊടുവിൽ കേസെടുത്തിരിക്കുകയാണ്.